ബാഡ് ബ്രെത്ത് അല്ലെന്നുണ്ടെങ്കിൽ വായനറ്റെന്ന് പറയുന്നത് ബാഡ് ബ്രെത്തിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന് സൈനസ് പ്രശ്നം. നമുക്ക് ഫേസിൽ ഇവിടെയൊക്കെ ആയിട്ട് സൈനസ്, അതൊരു ഫംഗസ് റിലേറ്റഡ് ആണ്. സൈനസിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ സ്മെല്ല് വരും, നമ്മുടെ ശ്വാസത്തിന് സ്മെല്ല് വരും. അതേപോലെ ലങ്സിൽ നമുക്ക് കഫക്കെട്ടോ കാര്യങ്ങളോ റിപ്പീറ്റഡായി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന സ്മെല്ല് വരും. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടലിനകത്ത് ബാഡ് ബാക്ടീരിയകൾ കൂടുന്നു, ഫംഗസ് കൂടുന്നു, വിരയുടെ അളവ് കൂടുന്നു. ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡൈജഷൻ എല്ലാം കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഒരു ബാഡ് ഗ്യാസ് റിലീസ് ചെയ്യും. ഇത് ബ്ലഡ് വെസൽസ് കയറിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഇത് ലങ്സിലേക്ക് വന്ന് ഓക്സിജൻ ഉള്ളിലേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതാണല്ലോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ ഈ ബാഡ് ഗ്യാസും പുറത്തേക്ക് പോകും. അപ്പം മൂക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സംസാരിക്കും, വായിലൂടെ പോകും. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ ഒരു 90% ആൾക്കാരുടെ പ്രശ്നം പല്ലിൻ്റെ അല്ല. കാരണം അവർ എത്ര തവണ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അവർ ഓക്കെയാണ്, കുഴപ്പമില്ല, ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, നിങ്ങൾക്ക് പല്ലിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞേച്ച് വിടുന്നവരായിരിക്കും കോമൺ ആയിട്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ഇത് ട്രീറ്റ് ചെയ്താൽ ആ കാര്യം ഓക്കെ ആയി. നിസ്സാരമായിട്ട് നമുക്ക് ബാഡ് ബ്രെത്ത് ക്ലിയർ ആക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ആസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, അതൊരു കാരണമാണ്. അപ്പം നമുക്ക് ആ ട്രാക്ക് ക്ലിയർ ആക്കിയാൽ ഇത് ഓക്കെ ആയി. 100% ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത്.